വാർത്തകളിലേക്ക്. തിരുവനന്തപുരം തമ്പാനൂരിൽ ഹോട്ടലിൽ സഹോദരങ്ങളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. മഹാരാഷ്ട്ര സ്വദേശികളാണ് മരിച്ചത്. വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നു. വിനയ, ഈ ഒരു സംഭവത്തിന്റെ ആദ്യഘട്ടത്തിൽ ഭാര്യ ഭർത്താവ് എന്നുള്ള നിലയ്ക്കായിരുന്നു നമുക്ക് ലഭിച്ച വിവരം. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു. സഹോദരങ്ങളാണ്, അതേപോലെ തന്നെ മഹാരാഷ്ട്ര സ്വദേശികൾ എന്നുള്ളത് നേരത്തെയും ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം എന്തായാലും ആദ്യം ഭാര്യ ഭർത്താവാണ് ഈ മരിച്ചതെന്നായിരുന്നു നിഗമനമെങ്കിലും ഇപ്പോൾ മരിച്ചത് സഹോദരങ്ങളാണെന്നാണ് പോലീസ് പറയുന്നത്. മഹാരാഷ്ട്ര പൂനെ സ്വദേശികളായിട്ടുള്ള 45 വയസ്സുള്ള ദത്തായ് കൊണ്ടിബ ഭവനും 48 വയസ്സുള്ള മുക്ത കൊണ്ടിബ ഭവനും ആണ് മരിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് പ്രധാനമായും പറയുന്നത്. കൂടാതെ തന്നെ മുറിയിൽ നിന്നും ഒരു ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനമായും സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൊഴിലില്ലെന്നും തങ്ങൾ അനാഥരാണെന്നും അതിനാൽ ആത്മഹത്യ ചെയ്യുന്നുവെന്നുമാണ് ഇപ്പോൾ ആത്മഹത്യാ കുറിപ്പിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ മൃതദേഹം വിട്ടു നൽകരുത് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഈ തങ്ങൾ പത്മനാഭന്റെ വലിയ ആരാധകരാണ്, അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് വന്ന് പത്മനാഭന്റെ മണ്ണിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്നും ആത്മഹത്യാ കുറിപ്പിൽ പ്രധാനമായും പറയുന്നുണ്ട്. എന്തായാലും പോലീസ് പറയുന്നതനുസരിച്ച് ഇത് ആത്മഹത്യയാണെന്നാണ് നിഗമനമുള്ളത്. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു. 17-ാം തീയതിയാണ് ഇരുവരും ഈ സ്വകാര്യ ഹോട്ടലിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു സ്വകാര്യ ഹോട്ടലിൽ മുറിയെടുത്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഇന്ന് രാവിലെ ഈ രണ്ടുപേരും മുറി തുറക്കാത്തതിനാൽ ഈ ഹോട്ടൽ ജീവനക്കാർ മുറി പൊളിച്ച് അകത്തേക്ക് കയറുകയായിരുന്നു. ആ സമയത്താണ് പുരുഷൻ കെട്ടിത്തൂങ്ങിയ നിലയിലും തൂങ്ങി മരിച്ച നിലയിലും സ്ത്രീ ബെഡിൽ മരണപ്പെട്ട് കിടക്കുന്ന നിലയിലുമായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ഈ സ്ത്രീ ഭിന്നശേഷിക്കാരിയാണെന്നാണ് പുറത്തുവരുന്ന വിവരം അനുസരിച്ച്. എന്നാലും മരണപ്പെട്ടവർ മഹാരാഷ്ട്ര സ്വദേശികളാണ്. പോലീസും ഫോറൻസിക് സംഘം അടക്കം തന്നെ ഇപ്പോൾ മുറിയിലടക്കം പരിശോധന നടത്തും. അല്പസമയത്തിനകം തന്നെ ഈ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും. അതിനുശേഷമായിരിക്കും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ കൊലപാതകം നടന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ. കാണുക. ശരി വിനയ, എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിലാണ് ലഭിക്കുക. അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു കേസിനെ സംബന്ധിച്ച് വിനയരാജാണ് വിവരങ്ങൾ നൽകിയത്. ബോളിവുഡ് താരം സൈഫ് അലി ഖാനെ ആക്രമിച്ച പ്രതി ബംഗ്ലാദേശ് സ്വദേശിയെന്ന് മുംബൈ പോലീസ്. പ്രതിയുടെ കൈവശമുള്ള രേഖകൾ